ഹായ്. ഈ വർഷം ഇന്റലിജൻസ് ബ്യൂറോ എക്സാംസിന്റെ ഒരു ചാകര തന്നെയാണ്. ആദ്യം DCAO വന്നു. പിന്നെ ACAO ഇപ്പൊ പുതിയ വേക്കൻസീസുമായിട്ട് IB വന്നിരിക്കുകയാണ്. ഇത് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിൽ കേരളത്തിലുള്ളവർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രം IBയുടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 334 ആണ്. ഇത് സെക്കൻഡ് ഹയസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് ഡൽഹിയിലാണ്. ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം അഥവാ കേരള വേക്കൻസീസ് ആണ് 334. ഈ 334 വേക്കൻസി പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഈ പോസ്റ്റുകൾക്ക് കേരളത്തിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലോക്കൽ ലാംഗ്വേജ് മെഷർ ചെയ്യാൻ ഒരു എക്സാമും കൂടി അവർ കണ്ടക്ട് ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. സോ IBSA സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നോൺ ഗസറ്റഡ് ആണ്, നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ്, ലെവൽ 3 ആണ്. പേ സ്കെയിൽ വരുന്നത് 21,700 to 69,100 ആണ് പേ സ്കെയിൽ വരുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഹൈലൈറ്റ്. 10th സ്റ്റാൻഡേർഡ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം എന്നുള്ളത്. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ എന്തായാലും കേരള സ്റ്റേറ്റിന്റെ വേക്കൻസിക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലുള്ളതാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ വേണം. മൂന്നാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോളജ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് ആണ്. ഇനി ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷനും കൂടി പറയുന്നത്. ഡിസൈറബിൾ ആണ്, നിർബന്ധമൊന്നും പറയുന്നില്ല, എസെൻഷ്യൽ അല്ല. ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇന്റലിജൻസ് വർക്ക് ആണ്. ഇന്റലിജൻസ് വർക്കിലെ ഫീൽഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഡിസൈറബിൾ ആണ്, അതില്ലേലും കുഴപ്പമൊന്നുമില്ല. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 18 to 27 ഇയേഴ്സ് ആണ്. 27 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്രൂഷ്യൽ ഡേറ്റ് ആസ് ഓൺ 17th August 2025 ആണ്. സോ 17 ഓഗസ്റ്റ് 2025 ആകുമ്പോഴേക്കും 27 വയസ്സ് കവിയാൻ പാടില്ല. OBC കാറ്റഗറിക്കും SC/ST കാറ്റഗറീസിനും നിയമാനുസൃതമായ റിലാക്സേഷൻ അവൈലബിൾ ആണ്. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് ഈ ഒരു വേക്കൻസിക്ക് എഗെയിൻസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഫീൽഡ് ജോബ് ആണ്. നമ്മൾ പറഞ്ഞു ട്രിവാൻഡ്രത്തെ വേക്കൻസീസ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 334 വേക്കൻസീസ് ആണ്. ഇതിന്റെ ബ്രേക്ക് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി വൈസ് UR 183 വേക്കൻസീസ് വരുന്നുണ്ട്. OBCക്ക് 94 വേക്കൻസീസ്, SC കാറ്റഗറിക്ക് 21 വേക്കൻസീസ്, ST 2 വേക്കൻസീസ് ആൻഡ് EWSന് 34 വേക്കൻസീസ് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹയസ്റ്റ് വേക്കൻസീസ് ആണ്. അതുകൊണ്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലുള്ളവർ തന്നെയാണ്. സോ അതിൽ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാം വളരെ പെട്ടെന്ന് നോക്കാം. കാരണം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എക്സാമിന്റെ സ്കീം നമ്മൾ അറിഞ്ഞിരിക്കണം. ACIO പോലെ തന്നെ 3 tier എക്സാം ആണ്. Tier 1 റിട്ടൺ ആണ്, MCQ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, Tier 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് ആൻഡ് Tier 3 ഇന്റർവ്യൂ ആണ്. ഇനി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ CBT എക്സാമിന് 100 മാർക്കാണ്, 1 മണിക്കൂർ സമയമേ ഉള്ളൂ ആൻഡ് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ സ്റ്റഡീസ്, അതായത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള അതേ ടോപ്പിക് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. എന്നാൽ Tier 2ന് നല്ല വ്യത്യാസമുണ്ട്. കാരണം Tier 2ൽ ലോക്കൽ ലാംഗ്വേജിലുള്ള നോളജ് അവർ മെഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട് ഫ്രം ലോക്കൽ ലാംഗ്വേജ് ടു ഇംഗ്ലീഷും വൈസ് വേഴ്സയും വരുന്നുണ്ട്. സോ ഇത് 1 മണിക്കൂറിന്റെ എക്സാം ആണ്, 50 മാർക്കാണ്. ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ഇത് ക്വാളിഫയിങ് ആണ്. Tier 2 ക്വാളിഫയിങ് ആണ്. Tier 1ന്റെ മാർക്സ് ആണ് ശരിക്കും നമുക്ക് മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് Tier 3 ആയ ഇന്റർവ്യൂ കൂടി വരുന്നുണ്ട്. ഇന്റർവ്യൂ 50 മാർക്സിനാണ്. അത്യാവശ്യം നല്ല മാർക്ക് തന്നെ വരുന്നുണ്ട്. സോ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് Tier 1 ആൻഡ് Tier 3. Tier 2 ക്വാളിഫയിങ് മാത്രമാണ്. ജസ്റ്റ് ലോക്കൽ ലാംഗ്വേജിന്റെ ഒരു ബേസിക് നോളജ് മതിയാകും. നമുക്ക് സെന്റർ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിൽ മാത്രമേ വരുള്ളൂ. എന്തായാലും ഈ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. MHA.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ NCA.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ 2 വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെബ്സൈറ്റ് നോക്കി വെക്കുക. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 26 ജൂലൈ മുതലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അന്നേരം മാത്രമായിരിക്കും നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17th August 2025 ആണ്. IBSAയുടെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതും കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും.